ഹായ് ഹലോ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേഘമലയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളും നമ്മുടെ ഫ്രണ്ട്സൊക്കെ എറണാകുളത്ത് നിന്ന് മേഘമല വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ മേഘമലയിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാനിന്ന് സംസാരിച്ച സ്ഥലത്തിൻ്റെ പേര് തേൻപളനി എന്നാണ്. അതായത് തേൻപളനി ചെക്ക് പോസ്റ്റ് വഴിയാണ് നമുക്ക് വരേണ്ടത്. അടുത്ത് ഞങ്ങൾ ഇറങ്ങിയത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സ്ഥലത്തായിരുന്നു. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പം ഈ തെർമോക്കോളിൽ ഓരോ മോഡൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അടുത്ത് ഞങ്ങൾ ഇറങ്ങിയത് ഈ ഹെയർപിൻ ബെൻഡിലായിരുന്നു. ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വലിയ മരങ്ങളൊക്കെ കാറ്റിൻ്റെ ശക്തി കാരണം വേരോട് മറിഞ്ഞു വീണിരിക്കുകയാണ് കേട്ടോ ഇവിടെ. കുഞ്ഞുങ്ങളും അതെ ഞങ്ങളും അതെ ശരിക്കും കാറ്റിനെ എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ മേഘമലയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമുക്കങ്ങ് ദൂരത്തിൽ കാണാൻ സാധിക്കും മേഘങ്ങൾ മലയുടെ മുകളിലൂടെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പോലെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയും. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് മേഘമല എന്ന പേരുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, എപ്പോഴായാലും ഈ മേഘങ്ങൾ ഇങ്ങനെ മലകൾക്കിടയിലൂടെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഘമല സ്ഥിതി ചെയ്യുന്നത് കടൽ നിരപ്പിൽ നിന്ന് 1500 മീറ്റർ ഉയരത്തിലാണ്. അതുപോലെ തന്നെ ഈ മേഘമലയ്ക്ക് ഹൈവേവീസ് എന്നൊരു പേരും കൂടെ ഉണ്ട്. ഈ ഒരു പേര് ബ്രിട്ടീഷുകാർ നൽകിയിട്ടുള്ള പേരായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ മൗണ്ടെയ്ൻസിൻ്റെ ആ ഒരു വേവി പാറ്റേൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴി ഫുള്ള റിസർവ് ഫോറസ്റ്റ് ആണ്. കടുവ, പുലി, ആന, മാൻ, കാട്ടുപോത്ത് ഇവരൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചക്കാരാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷം നമുക്ക് ചെക്ക് പോസ്റ്റിനകത്തേക്ക് കടക്കാനോ പുറത്തേക്ക് പോകാനോ ഉള്ള അനുവാദം ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഈ മേഘമലയ്ക്ക് വരാനായിട്ട് തേനി ചിന്നമണ്ണൂർ ഏരിയ വഴിയാണ് വരേണ്ടത്. ചിന്നമണ്ണൂർ ഏരിയയെ പറ്റി ഞാൻ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഗ്രേപ്സ് ഫീൽഡിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രേപ്സ് ഫീൽഡിൻ്റെ മെയിൻ ഏരിയ ആണ് ഈ ചിന്നമണ്ണൂർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ തേനിയിലിരുന്ന് ഫസ്റ്റ് ചിന്നമണ്ണൂർ വരിക. തേനി ടു ചിന്നമണ്ണൂർ 22 കിലോമീറ്റേഴ്സാണ്. അവിടുന്ന് നമുക്ക് മേഘമലയ്ക്ക് 43 കിലോമീറ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മുന്തിരിപ്പാടമൊക്കെ ചിന്നമണ്ണൂർ വന്ന് മുന്തിരിപ്പാടമൊക്കെ കണ്ടിട്ട് അങ്ങനെ മേഘമലയിൽ കയറാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ, അതായത് ഗ്രേപ്സ് ഫീൽഡിൻ്റെ വീഡിയോ, അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഇതിന് മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളും ഈ ഒരു സ്ഥലത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഉപയോഗപ്രദമായിരിക്കും. അങ്ങനെ ഇനിയൊരു 5 കിലോമീറ്റേഴ്സാണ് ഹൈവേവീസിലോട്ട് കാണിക്കുന്നത്. നമ്മളിന്ന് ഹൈവേവീസിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെ മഹാരാജ മെട്ട് കാണിക്കുന്നുണ്ടായിരുന്നു, ഒരു 18 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈവേവീസിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയാണ് മഹാരാജ മെട്ടിലോട്ട് പോകുന്നത്. മഹാരാജ മെട്ടാണ് നമ്മുടെ മേഘമലയുടെ ടോപ്പ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റിലെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് നമ്മളോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു മെയിൻ റോഡ് മാത്രമേ ട്രാവൽ ചെയ്യാവൂ, സൈഡ് റോഡ്സിലൊന്നും ഇറങ്ങരുതെന്നുള്ളത്. കാരണം ഇപ്പോൾ ആനകൾ ഒരുപാടുള്ള സമയമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ വരുന്ന വഴിക്ക് റോഡിൽ ഒരുപാട് ആനപ്പിണ്ടങ്ങളുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആനയൊന്നും കണ്ടില്ല. അപ്പോൾ ഈ ആനപ്പിണ്ടങ്ങൾ, അതായത് നല്ല പച്ച ആനപ്പിണ്ടങ്ങളായിരുന്നു. അപ്പോൾ ഈ ആനപ്പിണ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആന നമുക്കൊരു സൂചന, ഒരു സിഗ്നൽ തരുന്നു എന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനിതാ പോകുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചു വന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് അവർ പറയുന്നത്.
അങ്ങനെ നമ്മൾ ഹൈവേവീസ് റീച്ചായി. ഇതാണ് ഹൈവേവീസിലെ ഡാം. മേഘമലയിലെ 2 വലിയ ഡാമുകളിലൊന്നാണ് ഈ ഹൈവേവീസ് ഡാം. ഇന്നൊന്ന് ഇരവങ്കലാർ ഡാമാണ്. അത് നമ്മുടെ മഹാരാജ മെട്ടിലാണ്. ഈ മേഘമലയിൽ 6 ഡാമുകളാണുള്ളത്. ഈ 6 ഡാമുകളിലെയും വെള്ളം ഒഴുകിയെത്തുന്നത് നമ്മുടെ സുർലി ഫാൾസിലാണ്. സുർലി ഫാൾസാണ് തേനിയിലെ ഏറ്റവും വലിയ ഫാൾസ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഈ സുർലി ഫാൾസിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോഴേ നമ്മൾ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഈ ടീ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ 6000 ഏക്കർ ടീ പ്ലാന്റേഷൻസ് ആണ് ഇവിടെ മാത്രം ഉള്ളത്. ഇതിപ്പോൾ വുഡ്ബ്രിയാർ ഗ്രൂപ്പിൻ്റെ കൺട്രോളിലാണ്. ഇതിനു മുമ്പ് ഇത് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ ഓണർഷിപ്പിലായിരുന്നു. ഇപ്പോൾ വുഡ്ബ്രിയാർ ഗ്രൂപ്പ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ടീ അല്ലാണ്ട് സ്പൈസസും കോഫിയും ഉണ്ട്. സ്പൈസസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഏലക്ക. അതുപോലെ കോഫിയുടെ കാര്യത്തിൽ നമ്മുടെ കർഡാന കോഫി എസ്റ്റേറ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്പൈസസും കോഫിയൊക്കെ വളരെ കുറച്ച് പ്രൊഡക്ഷനേ ഇവിടെ ഉള്ളൂ. മെയിനായിട്ടുള്ളത് നമ്മുടെ ഈ ടീ പ്ലാന്റേഷൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഇതൊരു ചെറിയ ഹോട്ടലാണ് കേട്ടോ. ഇവിടെ വലിയ വലിയ ഹോട്ടൽസ് ഒന്നും അങ്ങനെ അധികം ഇല്ല. ചെറിയ സെറ്റപ്പിലുള്ള ഹോട്ടലൊക്കെയാണ്. പക്ഷേ ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഇതൊരു ഗവൺമെൻറ് ബംഗ്ലാവാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ കുറച്ച് പ്രൈവറ്റ് ബംഗ്ലാവുകളുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഒരു 1 മന്ത് മുമ്പെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ റൂം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് പെട്ടെന്നുള്ളൊരു ട്രിപ്പും ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ റൂമും കുഴപ്പമില്ല കേട്ടോ, നല്ല റൂമൊക്കെ ആയിരുന്നു. പിന്നെ പ്രൈവറ്റ് ബംഗ്ലാവിൽ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫുഡും ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അതിനു വേണ്ടി വേറെ ഹോട്ടൽസ് ഒന്നും നോക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മേഘമലയുടെ ടോപ്പ് വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേര് മഹാരാജ മെട്ട് എന്നാണ്. മഹാരാജ മെറ്റ് എന്നാണ്. അപ്പോൾ അതിവിടെ നിന്നൊരു 10 to 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. ഒന്നാം മല കയറി പോകണ്ടേ, രണ്ടാം മല കയറി പോകണ്ടേ, മൂന്നാം മല കയറി പോവണ്ടേ, അവിടുന്നും തലയും കുത്തി ചാടണ്ടേ. അപ്പോൾ നമ്മുടെ കാറ് മഹാരാജ മെട്ട് വരേക്ക് പോവില്ല. കാരണം റോഡ് ഇനി അങ്ങോട്ടത്ര പോരാ. വണ്ടി എടുത്തിട്ട് വേണം മഹാരാജ മെട്ട് പോവാനായിട്ട്. അങ്ങനെ നമ്മൾ മഹാരാജ മെട്ടെത്തി. നമ്മുടെ വ്യൂ പോയിൻ്റ് കാണാനായിട്ട് കുറച്ചൊന്ന് നടക്കണമായിരുന്നു. പക്ഷേ ദൂരത്തിൽ കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. എന്തോ പെട്ടെന്ന് കുറേ ബ്ലൂ കളറ്, അതിൻ്റെ താഴെ വൈറ്റ്, ഗ്രീന്, എന്തൊക്കെയോ ആരോ വരച്ച് വെച്ച പോലെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂ ആയിരുന്നു.
ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു നിമിഷമായിരുന്നു. ഉറപ്പായിട്ടും വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഒന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഇതുപോലൊന്നും ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഇവിടെ നമുക്ക് ഈ ഫ്ലാറ്റായിട്ട് കാണുന്നതൊക്കെ തമിഴ്നാട് എന്നാണ് പറയുന്നത്. അങ്ങ് ദൂരത്തിൽ ചെറിയ ഒരു മല പോലെ, അതിനപ്പുറത്തോട്ടെല്ലാം കേരളമാണ്. അതായത് നമ്മുടെ ഇടുക്കിയൊക്കെ വരും. അപ്പോൾ നമ്മൾ മഹാരാജ മെട്ടിലെ മേഘമലയുടെ ടോപ്പ് വ്യൂ എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. ഇനി നമ്മൾ ഹൈവേവീസിൽ പോയി നമ്മുടെ കാറും എടുത്ത് അവിടെ നിന്ന് മലയിറങ്ങാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഊട്ടിപ്പൂവല്ലേ. അപ്പോൾ നമ്മൾ മല ഇറങ്ങുമ്പോഴാണ് ഈ പൂക്കൾ ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങാൻ തോന്നി. ഇറങ്ങി കുറേ പൂക്കളുമൊക്കെ പറിച്ചെടുത്തും കൊണ്ട് നമ്മൾ തിരിച്ച് യാത്രയായി. കഴിഞ്ഞിട്ടില്ല കേട്ടോ. തിരിച്ചു പോരും വഴി ചിന്നമണ്ണൂരിലെ ഒരപ്പൂപ്പൻ്റെ മുന്തിരിപ്പാടത്ത് കയറി കുറച്ച് മുന്തിരിയും മേടിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് അപ്പൂപ്പൻ്റെയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ 2 days മേഘമല ട്രിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ ബൈ.